നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗൗതമിനോട് ചോദിച്ചാ എന്ത് വേണമെങ്കിലും അവന് വാങ്ങിക്കൊടുക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഗൗതം ഇപ്പം നല്ല തിരക്കിലല്ലേ. അതിനിടയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞ് എങ്ങനെയാ ബുദ്ധിമുട്ടിക്കുന്നത്? തൽക്കാലം ഞാൻ ഈ സ്വർണ്ണം ഒന്ന് പണയം വെക്കാം. ഗൗതം വന്നതിന് ശേഷം എല്ലാം ഞാൻ പറഞ്ഞോളാം. എനിക്കറിയാം എന്റെ ഗൗതം എന്നെ മനസ്സിലാക്കുമെന്ന്. സോറി ഗൗതം. അതെ, ഞാൻ വീട്ടിലും പോയിട്ടേ വരുള്ളൂ കേട്ടോ. ശരി, ഞാൻ പോയിട്ട് വരാം. ചോദിക്കാതെ തന്നെ ഒരു ഉമ്മ തരാം. അമ്മേ. ആഹാ, ഇത്ര വേഗം പോകാൻ ഇറങ്ങിയോ? നേരത്തെ അങ്ങ് പോയിട്ട് വരാന്ന് വെച്ചു. ഉച്ച കഴിഞ്ഞാൽ ചിലപ്പോ മഴയായിരിക്കും. അതെന്താ ഇത്ര അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകേണ്ട കാര്യം എന്താ? അവനെ കൂടി കൂട്ടിക്കൊണ്ട് പോയാ പോരായിരുന്നോ? കുഴപ്പമില്ലമ്മേ, എനിക്ക് നിഖിലിനെ ഒന്ന് കാണണം. അവന്റെ പഠിത്തത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ വേഗം ഇങ്ങ് വരും. എങ്കിലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടമ്മേ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. ഇപ്പൊ വിശപ്പില്ല. ഇപ്പൊ വിശപ്പില്ലാത്തതൊന്നും അല്ല കാര്യം. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അവിടെ ചെന്നിട്ടേ ചന്ദ്രിക ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനല്ലേ. കണ്ടു മുഖത്ത് ചിരി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യ? സത്യമല്ല, അർത്ഥസത്യം. ഓ, എനിക്ക് ഒരമ്മയല്ലല്ലോ ഇപ്പൊ, രണ്ടമ്മമാരില്ലേ? ഒന്നിവിടെയും ഒന്നവിടെയും. ഇപ്പൊ എല്ലാ ദിവസവും ഈ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമല്ലേ ഞാൻ കഴിക്കുന്നത്. ഇന്നൊരു ദിവസം ഞാൻ ചന്ദ്രിക അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം. അത്രേ ഉള്ളൂ. അതെ. അതിന്റെ പേരിൽ പിണങ്ങി കളയല്ലേ മുത്തേ. ഓ, ഞാൻ എന്റെ മരുമോളുടെ അടുത്തേ വെറുതെ ഒന്ന് പറഞ്ഞതല്ലേ. ശരി, മോള് പോയിട്ട് വാ. പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങിയാലേ യാത്ര ബുദ്ധിമുട്ടാവും. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി, ബൈ. ആരോ വന്നു തോന്നല്ലോ. മോളെ, ആരാ ഇവരൊക്കെ? ആരാ നിങ്ങളൊക്കെ? വി ആർ ഫ്രം IT ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾ ഈ വീട്ടിൽ ഒരു റെയ്ഡ് നടത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. റെയ്ഡോ? എന്തിന്? കണക്കിൽപ്പെടാത്ത പണവും സ്വർണവും ഒക്കെ അനധികൃതമായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊരു രഹസ്യ സന്ദേശം കിട്ടിയിട്ടുണ്ട്. നിങ്ങളീ പറഞ്ഞ അറിവ് ഞങ്ങൾക്ക് പുതിയതാണല്ലോ. ഈ പറഞ്ഞതിലൊരു പരിഹാസമുണ്ട്, അത് വേണ്ട. ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണം. അതെ, ഞാൻ ഗോപിയേട്ടനെ വിളിച്ചിട്ട് വരാം. എന്താ? ആരാ ഇവരൊക്കെ? എന്താ നിധി? സർ, ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സാ. ഒരു റെയ്ഡിന് വേണ്ടി വന്നതാ. ഞങ്ങളോട് സഹകരിക്കണം. നോക്കൂ സർ, ടാക്സ് അടയ്ക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു വീഴ്ചയും വരുത്താറില്ല. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവിടെ കണക്കിൽപ്പെടാത്ത ഗോൾഡ് ആൻഡ് മണി ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഞങ്ങൾക്കത് പരിശോധിച്ച് മതിയാവും. എന്തായാലും നിങ്ങളൊന്ന് ഇരിക്കൂ. ഞാൻ എൻ്റെ ഓഡിറ്ററോട് അഡ്വക്കേറ്റിനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി തരേണ്ടത് അവരല്ല മിസ്റ്റർ, നിങ്ങളാണോ? ആദ്യം റെയ്ഡ് കഴിയട്ടെ. എന്തെങ്കിലും ഓഫൻസ് ഉണ്ടെങ്കിൽ മാത്രം ഓഡിറ്ററും വക്കീലും ഒക്കെ സംസാരിച്ചാൽ മതി. അതും അങ്ങ് ഓഫീസിൽ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് പരിശോധന നടത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മാഡത്തിന്റെ പേരാണോ നിധി? അതെ. നിധി മാഡത്തിന്റെ റൂമാണ് ഞങ്ങൾക്ക് ആദ്യം സെർച്ച് ചെയ്യേണ്ടത്. മാഡം ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂ, മുറിയൊന്ന് കാണിച്ചു തരൂ. എന്റെ മോനെ ഞാനൊന്ന് വിളിച്ചു വരുത്തട്ടെ, എന്നിട്ട് മതി റെയ്ഡൊക്കെ. സോറി മാഡം, പുറത്തു നിന്ന് ഇനി ആരെയും ഈ വീട്ടിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല. അയ്യോ, ആ ഡോറും ക്ലോസ് ചെയ്തേക്ക്. മോളെ, ഇതെന്താ, ഇൻകം ടാക്സ് റെയ്ഡ് ആണോ? അതെ മാഡം. എന്താ ബസ്സു ഇങ്ങനെയൊക്കെ? ഇവരെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്ക്. അങ്ങനെയൊന്നും ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ വന്നത് റെയ്ഡിനായിട്ടാണെങ്കിൽ അത് നടത്തിയിട്ട് പോകും. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ID കാർഡ് എവിടെ?
ഇതാ. ഓക്കെ സർ, നിങ്ങളുടെ ഡ്യൂട്ടി നടക്കട്ടെ. നിധി മാഡം വന്നേ, ഞങ്ങൾക്ക് ആ മുറി കാണിച്ചു തരൂ. ആദ്യം നിങ്ങൾ മറ്റു മുറികളൊക്കെ പരിശോധിക്കുക. എന്റെ ഹസ്ബൻഡ് വരാതെ ആ മുറിയിൽ കയറാൻ പറ്റില്ല. എന്തിനാ നിധി ഇങ്ങനെ പേടിക്കുന്നത്? രേഖകളൊക്കെ കറക്റ്റ് അല്ലേ? ഗോൾഡിന്റെ ബില്ലും കാണും. പിന്നെന്താ ഇത്ര പ്രശ്നം? മടിയിൽ കനവില്ലാത്ത നമ്മള് വഴിയിലെന്തിനു പേടിക്കണം? ഇവര് റെയ്ഡ് ചെയ്യട്ടെന്നേ. നിധി, ആക്റ്റീവ് ഓഫീസേഴ്സിനെ നമ്മൾ തടയാൻ പാടില്ല. ചെല്ല്, അവർക്ക് മുറി കാണിച്ചു കൊടുക്ക. വരൂ മാഡം, മുറിയിലേക്ക് പോവാം. മാഡം, ഇത് ആരുടെ ഫോട്ടോ ആണ്? കണ്ടിട്ട് നല്ല മുഖപരിചയം. പുള്ളി സീരിയലല്ലോ അഭിനയിക്കുന്നുണ്ടോ? സാറിനപ്പോ ഈ ആളിനെ അറിയില്ല അല്ലേ? അതല്ലേ ചോദിച്ചത്. ഒരു മുഖപരിചയം തോന്നുന്നുണ്ടോ? എവിടെയോ കണ്ട് മറന്നതുപോലെ. ആ, എന്തായാലും സീരിയലൊന്നും അഭിനയിച്ചിട്ടില്ല. ഇതാണ് എന്റെ ഹസ്ബൻഡ്, പേര് ഗൗതം. ഓ, ഈ പുള്ളിയാണ് ആ പുള്ളിയല്ലേ? വെറുതെ അതും പറഞ്ഞ് സമയം കളയണ്ട, വന്ന കാര്യം നടത്താൻ നോക്ക്. മാഡം, കബോർഡുകളുടെ ചാവിയൊക്കെ ഒന്ന് തന്നെ. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, എല്ലാം അതിൽ തന്നെ ഇരിപ്പുണ്ട്. മുഴുവൻ പരിശോധിക്കണം. സ്വർണവും പണവും എല്ലാം പിടിച്ചെടുക്കണം. സർ.